ഇപ്പോൾ വിദഗ്ധൻ ശ്രീ NS പിള്ള, അദ്ദേഹം കേരള മാരിടൈം ബോർഡ് അംഗമാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ NS പിള്ള, സ്വാഗതം. വീണ്ടും സ്വാഭാവികമെന്ന് വരെ തോന്നാവുന്ന നിലയ്ക്കാണ് രണ്ട് അപകടങ്ങൾ കേരള തീരത്ത് ഇങ്ങനെ അടിക്കടി സംഭവിക്കുന്നത്. വിഴിഞ്ഞത്തിലേക്ക് ഒരു വലിയ വിജയാഘോഷം നടക്കുന്നതിനിടയിൽ പോലും ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണോ? എങ്കിൽ അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഇപ്പോൾ ഈ അപകടത്തെക്കുറിച്ച് സാധാരണക്കാർക്കിടയിൽ ഉണ്ടാകുന്ന ആശങ്ക പലതാണ്. അങ്ങക്ക് ഇതുവരെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് എങ്ങനെയുള്ള മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്? എന്ത് സാധ്യതകളാണ് മുന്നിലുള്ളത്? നിലവിൽ ഇപ്പൊ ഈ മിഷൻ ഏറ്റെടുത്ത് ചെയ്യുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും അതേപോലെ കപ്പൽ ഉടമസ്ഥന്മാരുടെ ചില ടഗുകളും പിന്നെ മറ്റ് അനുബന്ധ വെസലുകളുമാണ്. ഫയർ ഫൈറ്റിംഗ് ദൗത്യമാണ് ഇപ്പൊ അവർ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് കണ്ടെയ്നറുകൾ വെള്ളത്തിൽ വീണിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന്റെ കൃത്യമായിട്ട് എണ്ണം എത്രയാണെന്ന് നമുക്കിപ്പോ പറയാൻ തരത്തിലുള്ള വിവരം കരയ്ക്ക് മറ്റ് ഏജൻസികൾക്കോ കിട്ടിയിട്ടില്ല. ഏകദേശം 1700-1800ഓളം കണ്ടെയ്നറാണ് ടോട്ടൽ ഉണ്ടെന്ന് പറയുന്നത്. അതിൽ 143 കണ്ടെയ്നറുകളിലാണ്, അതായത് ഇന്റർനാഷണൽ മാരിടൈം ഡേഞ്ചറസ് കാറ്റഗറി വരുന്ന പലതരത്തിലുള്ള പല കോഡ് ഉള്ള സാധനങ്ങളുണ്ട് എന്ന് വിലയിരുത്തിയിരിക്കുന്നത്. അത് കാർഗോ മാനിഫെസ്റ്റ് എന്ന് പറയുന്ന കസ്റ്റംസിൽ നൽകുന്ന ഡീറ്റെയിൽഡ് റിപ്പോർട്ടിൽ നിന്ന് എടുക്കുന്ന വിവരങ്ങളാണ്. അപ്പൊ ഈ പറയുന്ന നിലവിലെ ഈ വെള്ളത്തിൽ വീണ് കിടക്കുന്ന കണ്ടെയ്നറുകള് ഭയങ്കരമായ വെയിറ്റ് ഉള്ള കണ്ടെയ്നറുകളാണെങ്കിൽ, വെയിറ്റ് ഉള്ള സാധനങ്ങളാണ് ഉള്ളിലെങ്കിൽ അത് സ്വാഭാവികമായി ഫ്ലോട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. അത് ഒരു പക്ഷേ കടലിൽ മുങ്ങിപ്പോകാം. എന്നാൽ ലൈറ്റ് വെയിറ്റ് അടങ്ങുന്ന സാധനങ്ങളാണ് ഈ കണ്ടെയ്നർ കിടക്കുന്നതെങ്കിൽ അത് കാറ്റിന്റെ ഗതി അനുസരിച്ച് ഡ്രിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്ത് തെക്കോട്ട് വന്ന് നമ്മുടെ തീരത്ത് അടിയാനുള്ള സാധ്യതകൾ കാണുന്നു. അത് ഇൻകോയിസിന്റെ അഭിപ്രായത്തിൽ തന്നെ ചിലപ്പോൾ 2 to 3 days കൊണ്ട് ഇത്തരം ചില കണ്ടെയ്നറുകൾ കരയ്ക്കടുക്കാം. ഈ കണ്ടെയ്നറുകൾ ഡേഞ്ചറസ് ഗുഡ്സ് ഉള്ളതാണോ ഇല്ലയോ എന്ന് ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കരയ്ക്ക് അടുക്കുകയോ അല്ലെങ്കിൽ അടുത്ത് ചെല്ലുകയോ ചെയ്യരുന്നുള്ള വാണിങ്ങും മറ്റു കാര്യങ്ങളും നേരത്തെ നടന്ന അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. പക്ഷെ കണ്ടെയ്നറിനകത്ത് കൃത്യമായിട്ട് അതിന്റെ പുറത്ത് ഈ കോഡ്, ഏത് തരം ഗുഡ്സ് ആണെന്ന് നമുക്ക് അതിന്റെ കോഡ് വായിച്ചാൽ അറിയാം. അതുകൊണ്ട് ജനങ്ങളൊന്നും ഇതിന്റെ അടുത്ത് പോകാതിരിക്കുക. കോസ്റ്റൽ പോലീസും അതേപോലെ ദുരന്ത നിവാരണ സേനയും മാരിടൈം ബോർഡിന്റെ തുറമുഖ ഉദ്യോഗസ്ഥരും എല്ലാം ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ കരയ്ക്ക് അടുക്കുന്ന ഒരു കണ്ടെയ്നറുകൾ, അത് ഏത് രൂപത്തിൽ അടുക്കുമോ നമുക്ക് പറയാൻ കഴിയില്ല, അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും. പിന്നെ സാൽവേജേഴ്സ് ഉണ്ട്, ഈ കപ്പൽ കമ്പനി ഏർപ്പെടുത്തുന്ന ഇന്റർനാഷണൽ സാൽവേജേഴ്സ് ഉണ്ട്. അവരുടെയാണ് യഥാർത്ഥ നിയമപരമായ ദൗത്യം. അവരും നമ്മളും ചേർന്ന് വലിയ പരിസ്ഥിതി, നമ്മുടെ തീരപ്രദേശത്ത് വലിയ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുക എന്നുള്ളത് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയൂ. ഇത്രയധികം മണിക്കൂറുകളായല്ലോ നമ്മൾ ഈ തീ അണയ്ക്കാനുള്ള ശ്രമമൊക്കെ നടന്നത്. പക്ഷെ അപ്പോൾ തന്നെ അധികൃതർക്ക് തന്നെ അറിയാവുന്നതാണ് കപ്പലിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് തീ പിടിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ പോലും വിഫലമായി പോകുന്ന സാഹചര്യമാണ്. ശരിയാണ്. ഇങ്ങനെയൊന്നും ഹൈപ്പോത്തറ്റിക്കലായിട്ട് കാര്യങ്ങൾ പറയരുത്. ഒരു 150 നോട്ടിക്കൽ മൈൽസ് അപ്പുറം ഒരു കപ്പൽ കത്തി, സ്ഫോടക വസ്തു ഡെക്കിലിരുന്ന ഏതോ ഒരു സ്വയം കത്തുന്ന എന്തോ ഒരു സാധനം കത്തിയാണ് പിടിച്ചതെന്നാണ്, തീ പിടിച്ചതെന്നാണ് സ്റ്റാറ്റസ് റിപ്പോർട്ട്. അപ്പൊ അതിന് അപ്പോൾ തന്നെ ഈ മാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും 3-4-5 കപ്പലുകൾ 24 hours ട്രൈങ് ദെയർ ബെസ്റ്റ് ടു ഡൗസ് ദ ഫയർ. അപ്പൊ അതിന് പിന്നെ മിറക്കിളൊന്നും ചെന്ന് അവിടെ ചെന്ന് ആർക്കും കാണിക്കാൻ പറ്റില്ല. ശ്രമിക്കുക. അവർ വീണ്ടും കൂടുതൽ പറയുന്ന എക്യുപ്മെന്റ്സ് മൊബിലൈസ് ചെയ്ത് അണയ്ക്കാനുള്ള തീവ്ര ശ്രമം നടത്തിയത് ഒരു പരിധിവരെ അവരത് 40% വരെ ഡൗസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് കിട്ടുന്ന വിവരം. ഇനി കൂടുതൽ ഒരൊറ്റ നിമിഷം കൊണ്ട് അണച്ച് കളയാൻ കഴിയുന്നതാണ് എന്നുള്ള വിചാരമോ അങ്ങനെയൊന്നും നമ്മൾ ആരും പറയുന്നില്ല. ഇത്രയധികം സമയമായി നമ്മൾ ശ്രമിക്കുകയാണല്ലോ. ഇന്ത്യൻ നേവിക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും അതേപോലുള്ള കേന്ദ്രത്തിന്റെ എല്ലാ സംവിധാനങ്ങളുള്ള ഏജൻസികൾ നിരന്തരം ശ്രമിക്കുന്നു. ആ ശ്രമത്തിന് അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ശ്രമം അവർ ശ്രമിക്കുന്നു. ആ ശ്രമം വിജയിക്കട്ടെ നമുക്ക് പ്രത്യാശിക്കാം. ശ്രമിക്കുന്നില്ല എന്നോ ഇത് അണയ്ക്കാൻ കഴിയാത്തത് എന്താണെന്നോ ഞാൻ അങ്ങയോട് ചോദിച്ചില്ല. അങ്ങ് തന്നെ പൂർത്തീകരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് സംഭവിച്ചതാണ്. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഇല്ല, അങ്ങ് പറയൂ, അങ്ങ് പൂർത്തിയാക്കും. അല്ല, ഇതാണ് ഇപ്പൊ ഈ ശ്രമം നമുക്ക് തമ്മിൽ ഇപ്പൊ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വീണ്ടും കൂടുതൽ വെസലുകൾ ഈ സൈറ്റിലേക്ക് പോകുന്നു. പലതരത്തിലുള്ള വെസലുകളും ഈ തീ അടയ്ക്കാനുള്ള ഫോമുകൾ സഹിതം പോകുന്നു. ദേ ആർ ട്രൈങ് ദെയർ ബെസ്റ്റ്. അത് ആ പറയുന്ന തീ അണച്ചു കഴിഞ്ഞാൽ മാത്രമേ ബാക്കി കണ്ടെയ്നർ ഫ്ലോട്ട് ചെയ്തിട്ടുള്ള കണ്ടെയ്നറുകൾ ഉണ്ടോ, അതിനകത്ത് ഏതൊക്കെ കാറ്റഗറി വെള്ളത്തിൽ വീണിട്ടുണ്ട്, അത് ഏതെങ്കിലും മുങ്ങിയിട്ടുണ്ടോ, ഏതെങ്കിലും തെക്കോട്ട് ഫ്ലോട്ട് ചെയ്യുന്നുണ്ടോ, ഈ വിവരങ്ങളൊക്കെ അവരാണ് തരുന്നത്. ഈ റിപ്പോർട്ടുകൾ ഇത്രയും ഇന്ന് നമുക്ക് കരയ്ക്ക് കിട്ടുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും സ്റ്റാറ്റസ് റിപ്പോർട്ടുകളാണ്, സൈറ്റ് റിപ്പോർട്ടുകളാണ്.
നിലവിൽ നമുക്ക് ആ റിപ്പോർട്ടുകളെ ആശ്രയിക്കാനേ ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ വിവിധ ഏജൻസികൾക്ക് കഴിയും. പക്ഷേ നമ്മൾ കരയ്ക്ക് നേരത്തെ നിങ്ങൾ അവതാരകൻ പറഞ്ഞതുപോലെ കരയ്ക്കുള്ള ജനങ്ങൾക്ക് നമ്മൾ മുൻകരുതൽ എടുക്കാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കണ്ടെയ്നറുകൾ ഏതെങ്കിലും അടുത്താൽ അതിനടുത്തേക്ക് പോകാതിരിക്കുക. അതിന് ഏജൻസികളെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ട്, കോസ്റ്റൽ പോലീസ് ഉണ്ട്, പോർട്ട് ഉദ്യോഗസ്ഥരുണ്ട്, ദുരന്ത നിവാരണ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ പിന്നെ ദുരന്ത നിവാരണ ഏജൻസി ഉണ്ട്. അവരെല്ലാം അതിന് വേണ്ടുന്ന നടപടികൾ, ഇതിനൊക്കെ വേണ്ടുന്ന വളരെ വലിയ വൈദഗ്ധ്യം വേണ്ടുന്ന ആളുകളാണ് സാൽവേജേഴ്സ്. സാൽവേജേഴ്സിനെ ഓൾറെഡി അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാൽവേജേഴ്സ് ഉണ്ടാവും. അവരുടെയും സഹായത്തോടു കൂടി ജനങ്ങൾക്കും അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പരിസ്ഥിതിക്കും എത്രത്തോളം നമുക്ക് മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് ഇത് മാനേജ് ചെയ്യാമോ അതിനാണ് എല്ലാവരും കൂടെ കൂട്ടായി ശ്രമിക്കുന്നത്. അപ്പൊ ഈ അവസരത്തിൽ നമുക്ക് എന്താ പറയുക, ഒരു വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇത് അടയ്ക്കാൻ ഇപ്പൊ എത്ര മണിക്കൂറിനുള്ളിൽ അടയ്ക്കാൻ കഴിയും, അടച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ. ലേറ്റസ്റ്റ് ആയിട്ട് അത്തരം വിവരങ്ങൾ സൈറ്റ് റിപ്പോർട്ട് കിട്ടുമ്പോൾ ഓരോ മണിക്കൂറും മീറ്റിംഗ് നടത്തുകയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഡയറക്ടർ ജനറൽ ഷിപ്പിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ന് 2 മീറ്റിംഗ് നടന്നു. നിരന്തരം മീറ്റിംഗും ദേ ആർ ക്ലോസ്ലി മോണിറ്ററിംഗ് ദ സിറ്റുവേഷൻ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ശരി, വളരെയധികം നന്ദി ശ്രീ NS പിള്ള ഞങ്ങളോട് സംസാരിച്ചതിന്. ഈ